ഹലോ, എല്ലാവർക്കും ശിങ്കൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ് കേട്ടോ. ഇത് നമ്മള് ആവോലി എന്ന് പറയുന്ന മീനുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ തേങ്ങാപ്പാലില് ആവോലി മീൻകറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാത്രമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ആവോലിയാണ് കേട്ടോ എടുത്തുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മളിത് മാങ്ങയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ മാങ്ങയാണ് കേട്ടോ, കുടംപുളി ഇടുന്നില്ല. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. അപ്പൊ ഇതാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇനി നമ്മൾ നാളികേരപ്പാലിലാണ് തയ്യാറാക്കി എടുക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് ഇത്രയും നാളികേരം ഞാനിവിടെ ചെരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 250 ml കപ്പിൽ ഒരു കപ്പ് നാളികേരം. ഇനി നമുക്ക് ഇതിൻ്റെ പാലൊന്ന് റെഡിയാക്കണം. അപ്പം ആദ്യം ഒന്നാം പാലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് കേട്ടോ ഒന്നാം പാല് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ടാം പാല് ഇതിലേക്ക് ആ കപ്പ് കൊണ്ട് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് രണ്ടാം പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് കടുകും ഉലുവയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഈ ഒരു അളവിൽ തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതേ രീതിയിലൊന്ന് ചതയ്ക്കാം. പിന്നെ ചെറുള്ളി അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ അതൊന്നും മൂത്ത് വരണം. അപ്പോൾ ഇതേ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ഈ ഒരു അളവിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാങ്ങയാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഓരോ മീനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മീനും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ടാം പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഈ രണ്ടാം പാലൊന്ന് ഒഴിച്ചതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഒരു 20-25 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ വറ്റി കുറുകി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഉപ്പും പുളിയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഒന്നും കൂടി നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിന് ശേഷം ഇതിലേക്ക് ഇനി ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ കുറച്ച് ഒന്നാം പാലുള്ളോട്ടത് നല്ല കട്ടിക്കുള്ള ഒരു പാലാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും അളവിൽ അതൊരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അളവിലാണ് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം കറിവേപ്പിലയുടെ ഒരു തണ്ട് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ മാത്രം തുറന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. അങ്ങനെ ഞാൻ ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മീൻകറി ഇങ്ങനെ കുറുകിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ഈസ്റ്ററൊക്കെ വരികയാണ്.
അപ്പോൾ ഇതേപോലെ മീനൊക്കെ എല്ലാവരും വീട്ടിൽ വാങ്ങുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേ രീതിയിൽ. അപ്പോൾ നമുക്ക് പറ്റണ ഏത് മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് മീനെടുത്ത് കാണിച്ചു തരാണ്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ആവോലി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മീൻ കറി ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.